ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ തിയേറ്ററിൽ പോയി കഴിക്കുന്നതും പിന്നെ ഉത്സവത്തിനൊക്കെ വാങ്ങുന്നതുമായ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ANTI-PIRACY പോപ്കോണാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ഓഫ് ഫ്ലേവർ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫ്ലേവറിൻ്റെ പേര് ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് മൂവി തിയേറ്റർ ബട്ടറാണ്. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഏകദേശം ഇതിന് 33 രൂപയുള്ളൂ വില. ഞാനൊരു 2 പാക്കറ്റ് മൂവി തിയേറ്റർ ബട്ടറാണ് വാങ്ങിയത്. അപ്പോൾ 2 പാക്കറ്റാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് കുക്കറിൽ കുക്ക് ചെയ്യാനാണ്. അപ്പോൾ കുക്കറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ പാത്രത്തിൽ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലാണെങ്കിൽ അതിൻ്റെ വിസിൽ ഊരി വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പം സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്ക് പാത്രം വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് മതി ഇത് കുക്കായി കിട്ടാൻ. അപ്പോൾ നന്നായി പാത്രം ചൂടായതിന് ശേഷം മാത്രമേ ഈ പോപ്കോൺ അതിലേക്ക് പൊട്ടിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പാക്കറ്റിൽ ഇത് കുക്കറിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. 3 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രക്ഷനൊക്കെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാൻ പോവാണ്. പാത്രം ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ 2 പാക്കറ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലതിൻ്റെ മസാലയും പിന്നെ ബട്ടറും സാൾട്ട്, ആവശ്യത്തിനുള്ള സാൾട്ടും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. റെഡി ടു കുക്കാണിത്. നമ്മളൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 പാക്കറ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറുതായി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ മാത്രം നമുക്ക് മൂടി വെച്ചാൽ മതി. ചെറുതായിട്ട് ചേഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ ശരിക്കും കാണാം അത് പൊട്ടി വരുന്നത്. കണ്ടോ, പൊട്ടി തുടങ്ങുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് പൊട്ടി തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സ്പീഡിൽ പൊട്ടി തുടങ്ങും. ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ മൂടി തുറന്ന് നോക്കരുത്. ഇതിൽ നിന്ന് ഓയിലൊക്കെ നന്നായിട്ട് പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തുറന്ന് നോക്കിയിട്ട് ചിലപ്പോൾ നമ്മുടെ മേത്തൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും മൂടി തുറന്ന് നോക്കരുത്. കുക്കറിലാണെങ്കിൽ കുക്കർ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വിസിൽ ഊരി മാറ്റണം. എന്നിട്ട് കുക്ക് ചെയ്താൽ മതി. 3 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ പാത്രം ഫുള്ള് ഫില്ലായിട്ടുണ്ട്. പൊട്ടലിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഇതിൻ്റെ ഈ മസാലേൻ്റെ സ്മെല്ലൊക്കെ വരും ഇത് പൊട്ടി തുടങ്ങുന്ന ആ സമയത്ത്. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. അതാ നമ്മുടെ പോപ്കോണൊക്കെ നമ്മൾ ആ വെച്ച പാത്രം നിറയെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ ഫ്ലേവർ ഞാൻ കഴിച്ചു നോക്കിയിട്ട് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ ഈ ANTI-PIRACY പോപ്കോൺ അവൈലബിൾ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇനി വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.